നമസ്കാരം, ഇന്ത്യൻ പീപ്പിൾ ടിവിയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന കേന്ദ്ര സർക്കാരിന് താക്കീതുമായി മനുഷ്യചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ. കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസീൽദാർ പിടിയിൽ. പുതുശ്ശേരി കുഴൽപ്പണവുമായി 2 പേർ പിടിയിൽ. ജില്ലാ ആശുപത്രിയിൽ വീൽചെയർ പൊട്ടി രോഗിക്ക് പരിക്ക്. യുവജന സംഘടനയുടെ കരുത്തറിയിച്ച് ഡിവൈഎഫ്ഐ. ജില്ലയിൽ മനുഷ്യച്ചങ്ങലയിൽ അണിനിരുന്നത് ലക്ഷം കണക്കിന് യുവജനങ്ങൾ. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ഡിവൈഎഫ്ഐ നടത്തിയ മനുഷ്യച്ചങ്ങലയിൽ ജില്ലയിൽ നിന്ന് അണിചേർന്നത് 1 ലക്ഷത്തോളം പേർ. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിലെ പുലാമന്തൽ പാലം മുതൽ ചെറുതുരുത്തി പാലം വരെ കണ്ണിച്ചേർന്ന ചങ്ങലയിൽ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ആദ്യ കണ്ണിയും മുൻ മന്ത്രി AK ബാലൻ അവസാന കണ്ണിയുമായി. ജില്ലയിലെ 29 കിലോമീറ്ററോളം ജില്ലാ അതിർത്തിയോട് ചേർന്ന മലപ്പുറം, തൃശൂർ ജില്ലകളിലെ 10 കിലോമീറ്റർ വീതമാണ് പാലക്കാട് ജില്ലയിലെ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ചങ്ങല തീർത്തത്. വിളയൂർ, കൊപ്പം, പട്ടാമ്പി, ഓങ്ങല്ലൂർ, കുളപ്പുള്ളി, ഷൊർണൂർ എന്നീ കേന്ദ്രങ്ങളിൽ പൊതുയോഗവും നടന്നു. 1987 നടത്തിയ ആദ്യ മനുഷ്യച്ചങ്ങലയിൽ കണ്ണിയായ സാഹിത്യകാരന്മാരായ വൈശാഖൻ, മുണ്ടൂർ സേതുമാധവൻ എന്നിവർ ഷൊർണൂരിൽ ഭാഗമായി. CPM നേതാവ് പാലോളി മുഹമ്മദ് കുട്ടി, CPI നേതാവ് മുഹമ്മദ് മോസിൻ MLA, മട്ടന്നൂർ ശങ്കരൻകുട്ടി, കലാമണ്ഡലം ഹരിദാസ്, ശ്രീകൃഷ്ണപുരം കൃഷ്ണൻകുട്ടി, TK ശങ്കരനാരായണൻ, മോഹൻദാസ് ശ്രീകൃഷ്ണപുരം, ഡോക്ടർ CP ചിത്രബാനു, ഡോക്ടർ SNCP ചിത്രകലാമണ്ഡലം ശിവൻ നമ്പൂതിരി, വെള്ളിനേഴി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും കണ്ണികളായി. കേന്ദ്രത്തിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ താക്കീതായാണ് ജനകീയ പ്രതിരോധം തീർത്തതെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. വിളയൂരിൽ CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, സുബൈദ ഇസ, K മുരളി, P വിനീത്, മുഹമ്മദ് റാഫി എന്നിവർ പ്രസംഗിച്ചു. ഷൊർണൂരിൽ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഷൊർണൂർ നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. TR അജയൻ, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് R ജയദേവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കൊപ്പത്ത് പൊതുസമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ U അജയ്കുമാർ അധ്യക്ഷത വഹിച്ചു. P മമ്മിക്കുട്ടി MLA, NCP നേതാവ് P സുന്ദരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം A ഷാബിറ, MN സുദീപ്, V കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പട്ടാമ്പിയിൽ നടന്ന പൊതുയോഗം CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് VS അനുജ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ NP വിനയകുമാർ, TK നാരായണദാസ്, ഗിരിജ സുരേന്ദ്രൻ, TK നൌഷാദ്, VK കൃഷ്ണകുമാർ, PA അബ്ദുള്ള, നഗരസഭാ അധ്യക്ഷ O ലക്ഷ്മിക്കുട്ടി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഓങ്ങല്ലൂരിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം KS സലീഗ ഉദ്ഘാടനം ചെയ്തു. AM നാരായണൻ അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ നേതാക്കളായ ജിതിൻ രാജ്, TV സത്യജിത്ത്, പഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ, C അച്യുതൻ, AN നീരജ് എന്നിവർ പ്രസംഗിച്ചു. കുളപ്പുള്ളിയിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗം CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം ബ്ലോക്ക് പ്രസിഡന്റ് PK ഗിരീഷ് അധ്യക്ഷനായി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S അജയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MR മുരളി, M ഹംസ, ഡിവൈഎഫ്ഐ ഒറ്റപ്പാലം ബ്ലോക്ക് സെക്രട്ടറി PS അബ്ദുൾ മുത്തലീഫ് എന്നിവർ പ്രസംഗിച്ചു. കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസീൽദാർ വിജിലൻസ് പിടിയിൽ. കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസീൽദാർ വിജിലൻസിന്റെ പിടിയിൽ. V സുധാകരനാണ് വിജിലൻസ് പിടിയിലായത്. കഞ്ചിക്കോട്ടുള്ള മാളിന്റെ നിയമപ്രശ്നം പരിഹരിക്കാൻ 50,000 രൂപയാണ് അപേക്ഷയിൽ നിന്നും ഇയാൾ വാങ്ങിയത്. ഉദ്യോഗസ്ഥനെതിരെ നിരവധി പരാതികൾ ഉണ്ടായിരുന്നുവെന്ന് വിജിലൻസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത പ്രതിയെ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. വിജിലൻസ് സംഘത്തിൽ DYSP കൂടാതെ ഇൻസ്പെക്ടർമാരായ അരുൺ പ്രസാദ്, സിജു, KL നായർ, ജയേഷ് ബാലൻ, സബ് ഇൻസ്പെക്ടർമാരായ സുരേന്ദ്രൻ, സന്തോഷ്, ബൈജു, സുദേവൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഉവൈസ്, സന്തോഷ്, മനോജ്, വിനേഷ്, ബാലകൃഷ്ണൻ, സിവിൽ പോലീസ് ഓഫീസറായ സിന്ധു തുടങ്ങിയവർ കൂടി ഉണ്ടായിരുന്നു. പൊതുജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ 1064 എന്ന നമ്പറിലോ 8592900900 എന്ന നമ്പറിലോ വാട്സ്ആപ്പ് നമ്പറായ 9447789100 എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ TK വിനോദ് കുമാർ IPS ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കാറിന്റെ പിൻസീറ്റിനടിയിൽ ഒളിപ്പിച്ചു കടത്തിയ 1.9 കോടി രൂപയുടെ കുഴൽപ്പണവുമായി 2 പേരെ കസബ പോലീസ് അറസ്റ്റ് ചെയ്തു. മലപ്പുറം അങ്ങാടിപ്പുറം കടുങ്ങാപുരം സ്വദേശി മുഹമ്മദ് കുട്ടി 41,
പുത്തനങ്ങാടി സ്വദേശി മുഹമ്മദ് നിസാർ 36 എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ദേശീയപാത പുതുശ്ശേരി കുരുടിക്കാട് വാഹന പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ വെട്ടിച്ചു കടന്ന കാർ പിന്തുടർന്ന് പിടികൂടി പരിശോധിച്ചപ്പോഴാണ് പണം പിടിച്ചത്. സംസ്ഥാന അതിർത്തി വഴി കുഴൽപ്പണക്കടത്തിന് സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത്. കോയമ്പത്തൂരിൽ നിന്നെത്തിച്ച പണം മലപ്പുറത്തേക്കാണ് കൊണ്ടുപോയതെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ടെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം ആരംഭിക്കും. തുടരന്വേഷണത്തിനായി കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയെന്നും പണം കോടതിയിൽ ഹാജരാക്കിയെന്നും കസ്ബ പോലീസ് ഇൻസ്പെക്ടർ NS രാജീവ് അറിയിച്ചു. പ്രതികൾക്ക് പിന്നീട് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു. കസ്ബ ഇൻസ്പെക്ടർ NS രാജീവ്, SI മാരായ H ഹർഷാദ്, S മനോജ് കുമാർ, N ബാബു, സീനിയർ പോലീസ് ഓഫീസർമാരായ R രാജീവ്, N സായൂജ്, സിവിൽ പോലീസ് ഓഫീസർമാരായ S സുനിൽ, V ഷാജഹാൻ, C വിനോദ്, S ശരവണൻ എന്നിവരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വീൽചെയർ പൊട്ടി രോഗി നിലത്ത് വീണു. കിണാശ്ശേരി തണ്ണീർപന്തൽ സ്വദേശി മൊയ്തുവാണ് വീൽചെയറിൽ നിന്നും വീണത്. കാലിന് പഴുപ്പ് ബാധിച്ച് ചികിത്സയിലായിരുന്നു ഇദ്ദേഹം. 3 ദിവസമായി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു മൊയ്തു. CT സ്കാൻ എടുക്കാൻ വീൽചെയറിൽ പോകും വഴിയാണ് അപകടമുണ്ടായത്. വീൽചെയറിന്റെ സീറ്റ് കീറി നിലത്ത് വീഴുകയായിരുന്നു. ആശുപത്രി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതി ബന്ധുക്കൾ ഉന്നയിച്ചു. രാമനാഥപുരം അഗ്രഹാരം ലക്ഷ്മി നാരായണ ശിവക്ഷേത്രങ്ങളിലെ രഥത്തിന്റെ വെള്ളോട്ടം നടത്തി. രാമനാഥപുരം അഗ്രഹാരത്തിലെ കൃഷ്ണ ശിവക്ഷേത്രങ്ങളുടെ ഉത്സവകാലങ്ങളിൽ ദേവീദേവന്മാരെ എഴുന്നള്ളിക്കുന്നതിന് 35 വർഷത്തോളം കാലപഴക്കം ചെന്ന രഥമാണ് പുതുക്കി പണിതത്. പുതിയ രഥത്തിന്റെ വെള്ളോട്ട ചടങ്ങ് കാലത്ത് വാദ്യഘോഷങ്ങളോടെ കൃഷ്ണക്ഷേത്രത്തിൽ നിന്നും ശിവക്ഷേത്രത്തിലേക്ക് ആനയിച്ചു അഗ്രഹാരത്തിലെ വീടുകളിൽ നിന്നും വീട്ടമ്മമാർ പുതിയ രഥത്തെ ആരതിയൊഴിഞ്ഞു വരവേറ്റു. വെള്ളോട്ട ചടങ്ങുകൾക്ക് രാമനാഥപുരം ഗ്രാമസമൂഹം പ്രസിഡന്റ് VS കൃഷ്ണൻ, സെക്രട്ടറി വെങ്കിട്ടരാമൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ രഥം പുതുക്കി പണിത ആശാരിമാരായ പുത്തൂർ സ്വദേശി മുരുകൻ, രവി, ഷിജു, നാദസ്വര വിദ്വാൻമാരായ പഴനി, സതീഷ് കുമാർ, വീരമുത്തു എന്നിവരെ ആദരിച്ചു. തുടർന്ന് പ്രസാദ വിതരണം നടന്നു. അവിട്ടത്തൂർ LBSMHSൽ ഭക്ഷ്യസുരക്ഷ ചൊല്ലും ചെയ്തിയും എന്ന വിഷയത്തിൽ ക്ലാസ് നടത്തി. പ്രതിവിധി എഴുതണം. സോഴ്സ് ഉണ്ട്. ഇത് മനസ്സിലാക്കിയാൽ മതി. എങ്ങനെയാണ് പാചകം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് മനസ്സിലായിട്ടോ. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള നമ്മുടെ വനമിത്ര അവാർഡ് ജേതാവായ VK ശ്രീധരൻ ക്ലാസ് നയിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ മെജോ പോൾ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സ്കൂൾ മാനേജർ KK കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായി. സ്കൂൾ മാനേജർ VK ശ്രീധരനെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. മാനേജ്മെന്റ് പ്രതിനിധികളായ AC സുരേഷ്, അജിത് കുമാർ, റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ P രാധാകൃഷ്ണൻ, അധ്യാപകരായ സുധി, സുജ K, രമ K മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥി ലീഡർ NS ദേവിക ചടങ്ങിൽ നന്ദി പറയുകയും ചെയ്തു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനു ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക് ചെട്ടിനാട് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. ട്രിനിറ്റി ഗോൾഡ്, നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ്, പാലക്കാട്. അപ്പോ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ, ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം? 45, 60, 120, 25. വെറും 25.
ചൂണ്ടിക്കിപ്പോഴും 25ന്റെ ചെറുപ്പം. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. ക്ഷാമബത്ത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് KSTU ജില്ലാ സമ്മേളനം. ക്ഷമാബത്ത കുടിശ്ശിക അനുവദിക്കണമെന്നും 2019 ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നും കേരള സ്റ്റേറ്റ് സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CAMM കരീം ഉദ്ഘാടനം ചെയ്തു. KSTU ജില്ലാ പ്രസിഡന്റ് നാസർ തേളത്ത് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് E മുസ്തഫ, ജനറൽ സെക്രട്ടറി മുഹമ്മദ് അലി മാറ്റാംതടം, KSTU സംസ്ഥാന ട്രഷറർ ഹമീദ് കൊമ്പത്ത്, സെക്രട്ടറി സിദ്ദിഖ് പാറോക്കോട്, ജില്ലാ സെക്രട്ടറി KPA സലീം, സെറ്റ്കോ ജില്ലാ ചെയർമാൻ കാസിം കുന്നത്ത്, MT കുഞ്ഞി മുഹമ്മദ്, സിദ്ദിഖ് റഹീം തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാഭ്യാസ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം ഉദ്ഘാടനം ചെയ്തു. വനിതാ സമ്മേളനം KSTU സംസ്ഥാന പ്രസിഡന്റ് KM അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. വനിതാ ലീഗ് ജില്ലാ പ്രസിഡന്റ് ജമീല മുഖ്യപ്രഭാഷണം നടത്തി. യാത്രയയപ്പ് സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് PT മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹിയർ നാസർ തേളത്ത്, പ്രസിഡന്റ് KPS സലീം, സെക്രട്ടറി T ഷൗക്കത്ത് അലി ഗജൻജി. BKMU മാർച്ചും ധർണയും നടത്തി. ഭാരതീയ ഗേത് മസ്ദൂർ യൂണിയൻ മണ്ണൂർ യൂണിറ്റ് മണ്ണൂർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സാമൂഹ്യക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു. മാർച്ച് CPI മണ്ഡലം സെക്രട്ടറി N തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം C രാമകൃഷ്ണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി K ഷൗക്കത്ത് അലി, സഹദേവൻ, M ജയകൃഷ്ണൻ, K വാസുദേവൻ എന്നിവർ സംസാരിച്ചു. അയോധ്യ ശ്രീരാമ പ്രാണ പ്രതിഷ്ഠ ചടങ്ങിന്റെ പ്രചരണാർത്ഥം 44-ാം വാർഡിൽ ശ്രീരാമ മന്ത്രഭജനയുമായി പ്രദക്ഷിണം നടത്തി. ശ്രീരാമപാളയം മാരിയമ്മൻ കോവിൽ നിന്നും ആരംഭിച്ച ശ്രീരാമ മന്ത്രം പ്രദക്ഷിണം ചടങ്ങിന് വാർഡ് കൗൺസിലർ ബേബി നേതൃത്വം നൽകി. ശ്രീരാമ മന്ത്രം പ്രദക്ഷിണ ചടങ്ങിൽ വാർഡിലെ അമ്മമാരും പങ്കാളികളായി. മണ്ണൂർ സമഗ്ര കുടിവെള്ള പദ്ധതി ജലവിതരണം തുടങ്ങി. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ മണ്ണൂർ സമഗ്ര കുടിവെള്ള പദ്ധതി പ്രവർത്തനം തുടങ്ങി. കുടിവെള്ള ക്ഷാമമുള്ള 5 വാർഡുകളിലേക്കാണ് ആദ്യഘട്ടത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നത്. 1000-ഓളം കുടുംബങ്ങളുടെ കുടിവെള്ള പ്രശ്നത്തിന് ഇതോടെ പരിഹാരമാകും. വെള്ളിയാഴ്ച വൈകിട്ട് മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അനിത ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് OV സ്വാമിനാഥൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗങ്ങളായ M ഉണ്ണികൃഷ്ണൻ, AA ഷിഹാബ് എന്നിവർ സംസാരിച്ചു. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പദ്ധതിക്ക് 48 കോടിയാണ് വകയിരുത്തിയിട്ടുള്ളത്. പദ്ധതി തുടങ്ങാൻ വൈകുന്നതിനെതിരെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധിച്ചിരുന്നു. പഞ്ചായത്ത് ഭരണസമിതി ജല അതോറിറ്റിയുമായി സംസാരിച്ചതിനെ തുടർന്നാണ് വെള്ളിയാഴ്ച ജലവിതരണം ആരംഭിച്ചത്. 2024 പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് S അനിത പറഞ്ഞു. വിഷരഹിത ഭക്ഷണം AIയേക്കാൾ പ്രധാനമാണെന്ന് മന്ത്രി K രാധാകൃഷ്ണൻ. നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടത്തിലാണ് എങ്കിലും അടിസ്ഥാന ആവശ്യമായ വിഷരഹിത ഭക്ഷണം, ജീവിത സാഹചര്യം എന്നിവ ഒരുക്കിയെടുക്കുന്നതിലും അതിന് പ്രോത്സാഹനവും മാതൃകയും നൽകുന്നതിലും ഓരോരുത്തർക്കും ഉള്ള ഉത്തരവാദിത്തം വളരെ വലുതാണ് എന്ന് മന്ത്രി K രാധാകൃഷ്ണൻ പറഞ്ഞു. ആറങ്ങോട്ടുകര പാഠശാലയുടെ കതിരൊളി കൊയ്ത്തുത്സവത്തിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പരിപാടി നടൻ ശ്രീരാമൻ ഉദ്ഘാടനം ചെയ്തു. ദേശമംഗലം പഞ്ചായത്ത് അധ്യക്ഷൻ K ജയരാജ്, PN ഗോപികൃഷ്ണൻ, അൻവർ അലി, PP രാമചന്ദ്രൻ, P രാമൻ, സുൽഫത്ത്, K ജനാർദ്ദനൻ, KA അസീസ്, ശ്രീജ ആറങ്ങോട്ടുകര എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. കുറയോ 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 കുറയുമോ 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 കുറയോ കുറയുമോ? കുറഞ്ഞല്ലോ. പാലക്കാട് പണിക്കൂലി. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ. താങ്ക് യു മോളെ. സ്വർണ്ണായിരിക്കും. അതെ, പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും. അമ്മ ഇതൊന്ന് തുറന്നു നോക്ക്. നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടു കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട്. പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ. സ്വീറ്റ് അമ്മ. വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും. പ്രേംദീപ് ജുവൽസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മേതിർക്കാവിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ തൈപ്പുയ ആഘോഷവും പ്രതിഷ്ഠാ ദിനവും 24 മുതൽ.
24 രാവിലെ 6 മണി മുതൽ വിശേഷാൽ ചടങ്ങുകൾ നടക്കും. സഹസ്രനാമം, സമൂഹാർച്ചന, ഭാഗവത പാരായണം, പ്രഭാഷണം എന്നിവയുണ്ടാകും. 25 രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ ഉണ്ടാകും. 26 ഉച്ചയ്ക്ക് 12 ഭാഗവത സംഗ്രഹ സമർപ്പണം, വൈകിട്ട് 4 കാവടി മേളം, 5 കാവടി താളം, മേളം എന്നിവയോടെ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഉണ്ടാകും. രാത്രി 7 ഇരട്ടത്തായമ്പക, ആദരിക്കൽ പരിപാടി, കലാപരിപാടികൾ എന്നിവയുണ്ടാകും. കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. കൃഷിഭാഗം പ്രവർത്തകരുടെ ഭാഗമായി ശ്രീരാമജയം ALP സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും തൊഴിലാളികളോടൊപ്പം ചേർന്ന് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചു. ഈശ്വരമംഗലം കൊടുങ്ങൻ പാടശേഖരത്തിൽ കർഷകനായ മുണ്ടക്കോട്ടിൽ കുമാരന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞ പൊന്മണി നെൽക്കതിരുകൾ കൊയ്തെടുത്താണ് കൊയ്ത്തുത്സവം സംഘടിപ്പിച്ചത്. കൊയ്ത്ത്, വൈക്കോൽ, ചുരുട്ട്, കറ്റകെട്ടൽ, മെതി, നെല്ല് പുഴുങ്ങൽ, ഉണക്കൽ, നെല്ലുകുത്ത് തുടങ്ങി വിത്ത് വിതയ്ക്കുന്നത് മുതൽ അരി ലഭിക്കുന്നത് വരെയുള്ള വിവിധ ഘട്ടങ്ങൾ കുമാരൻ കുട്ടികളോട് വിശദീകരിച്ചു. പാടശേഖരങ്ങൾ ജലസംഭരണികളാണെന്നും അദ്ദേഹം കുട്ടികളെ ഓർമ്മിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം MK ദ്വാരകനാഥൻ, പ്രധാനാധ്യാപകൻ PG ദേവരാജൻ, K ഷനൂപ്, KR പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. ഈശ്വരമംഗലത്തെ കർഷക തൊഴിലാളികളോടൊപ്പം കൊൽക്കത്ത സ്വദേശികളായ വികാസ്, ബബ്ലു, ഗോപാലൻ എന്നിവരും പങ്കെടുത്തു. വൈദ്യുതി ബില്ലുകളിൽ QR കോഡ് ഏർപ്പെടുത്തി സ്കാൻ ചെയ്ത് പണമടയ്ക്കാനും KSEB സൗകര്യമൊരുക്കുന്നു. നടപടികൾ ഏതാണ്ട് പൂർത്തിയായി. വൈകാതെ നിലവിൽ വരും. നിലവിൽ GPay, ആമസോൺ പേ, Paytm തുടങ്ങിയവയിലൂടെയും ഓൺലൈനിലൂടെയും പണമടയ്ക്കാം. QR കോഡ് കൂടി വരുന്നതോടെ ഉപഭോക്താക്കൾക്ക് കൂടുതൽ എളുപ്പമാകും. മീറ്റർ റീഡിങ്ങിനൊപ്പം അപ്പോൾ തന്നെ ബില്ലടയ്ക്കാനുള്ള സംവിധാനം മാർച്ച് 1 മുതൽ നിലവിൽ വരും. കനറ ബാങ്കുമായി സഹകരിച്ചാണിത്. വീടുകളിൽ എത്തുന്ന മീറ്റർ റീഡർമാരുടെ പക്കലുള്ള സ്വൈപ്പിംഗ് മെഷീനിൽ ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളിലൂടെ പണമടയ്ക്കാം. 5300ഓളം സ്വൈപ്പിംഗ് മെഷീനുകൾ ഇതിനായി തയ്യാറാക്കി. നിലവിൽ 60% ഉപഭോക്താക്കളും ഓൺലൈനായാണ് പണമടയ്ക്കുന്നത് എന്നതിനാൽ ബിൽ കൗണ്ടറുകളുടെ എണ്ണം KSEB വെട്ടിക്കുറച്ചിട്ടുണ്ട്. കാഷ്യർമാരെ മറ്റ് തസ്തികകളിലേക്ക് പുനർവിന്യസിച്ചു. ഇടവേള. പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചരാന്ന് പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലേ? എന്തിനാ ഒരു കമ്മലാക്കുന്നേ? ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോയേക്കാം. ഇഷ്ടം പോലെ വാങ്ങിച്ചു. ആഭരണ ഫാക്ടറിയോ? എവിടെ? ഇവിടെ പാലക്കാട് തന്നെ. വേഗം റെഡി ആയിക്കോ, പോവാം. ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട്. ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ. എന്താ തിളക്കല്ലേ? പാലക്കാടിന്റെ കാര്യം പറഞ്ഞ പാലക്കാമലയുടെ കാര്യമല്ല. പാലക്കാമല മതി. എന്താ സ്റ്റൈല്? അമ്മേ, ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ പോവാ. അതമ്മേ, നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് സുൽത്താൻപേട്ടിലേക്ക് പോകുമ്പോ ഒരു 50 മീറ്റർ കഴിയുമ്പോ റൈറ്റ് സൈഡിൽ കാണാം. എന്താ സ്റ്റൈല്? കൊള്ളാലേ? ആന്റിക്, ചെട്ടിനാട്, ടെമ്പിൾ, ലൈറ്റ് വെയിറ്റ്. ഏതാ വേണ്ടത്? എല്ലാം. ആഭരണ ഫാക്ടറി സൂപ്പർ അല്ലേ? ട്രിനിറ്റി സൂപ്പർ. കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് 100% 916 HUID സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം. Trinity Gold, near Stadium Bus Stand, Palakkad. നെല്ലിപ്പുഴ സംരക്ഷണ സമിതി ഫ്രണ്ട്സ് ഓഫ് ഭാരതപ്പുഴയെ തേടി പ്രബന്ധാവതരണവും ചർച്ചയും മെട്രോമാൻ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. നെല്ലിപ്പുഴയെ വീണ്ടെടുക്കാനുള്ള തുടർ പരിശ്രമങ്ങളുടെ ഭാഗമായി നെല്ലിപ്പുഴ സംരക്ഷണ സമിതിയുടെ പുഴയെ തേടി പ്രബന്ധാവതരണവും ചർച്ചയും രാജ്യത്തെ പ്രമുഖ സാങ്കേതിക വിദഗ്ധൻ മെട്രോമാൻ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. പുഴകളൊക്കെ നശിച്ചുകൊണ്ടിരിക്കെ പുഴ വൃത്തിയാക്കിയും പുഴയെ സമഗ്രമായി പഠിച്ചും പുഴ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തിയുമാണ് നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രവർത്തിക്കുന്നത്. തോരോപുരം പാലത്തിന് സമീപം പുഴ നടത്തത്തോടെയാണ് കാര്യപരിപാടികൾ ആരംഭിച്ചത്. നെല്ലിപ്പുഴയെ വീണ്ടെടുക്കാനുള്ള നടപടികളെ കുറിച്ച് പ്രകൃതി സ്നേഹികളും പുഴ സംരക്ഷണ പ്രവർത്തകരുമായ പ്രമുഖർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തകൻ KPS പയ്യനടം മുഖ്യപ്രഭാഷണം നടത്തി. നെല്ലിപ്പുഴയെ സമഗ്രമായി അറിയുക എന്ന ലക്ഷ്യത്തിലൂന്നി വിവിധ വിഷയങ്ങളിൽ ഗവേഷണം നടത്തി വിവരങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുസ്തകമായി പ്രസിദ്ധീകരിക്കും. നെല്ലിപ്പുഴ സംരക്ഷണ സമിതി പ്രസിഡന്റ് ഷിജി റോയ് അധ്യക്ഷനായി. ആസീസ് ഭീമനാട് കവിതാലാപനം നടത്തി. വിഷയാധിഷ്ഠിതമായ ചർച്ചയ്ക്കും പ്രബന്ധാവതരണങ്ങൾക്കും ശേഷമാണ് സംഗമം സമാപിച്ചത്. ഡോക്ടർ സെറീന, UK ബഷീർ, രഞ്ജിത്ത് ജോസ്, KK വിനോദ് കുമാർ, രവി, GV വിനോദ് ചത്തല്ലൂർ, മുഹമ്മദ് ഷരീഫ്, സുരേന്ദ്രൻ മാഷ്, പ്രതീഷ് കാഞ്ഞിരപ്പുഴ തുടങ്ങിയവർ നെല്ലിപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. KP സലീം സ്വാഗതവും മനോജ് ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. ശ്രീകൃഷ്ണപുരം മാവുള്ളിപ്പറമ്പ് താലപ്പൊലി ആഘോഷിച്ചു.
മാവുള്ളിപ്പറമ്പ് അയ്യപ്പ ക്ഷേത്രത്തിലെ താലപ്പൊലി ആഘോഷിച്ചു. ഉദയാസ്തമന പൂജ, പൂമൂടൽ, ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട്, വൈകിട്ട് എഴുന്നള്ളിപ്പ്, മേളം, ഓട്ടം തുള്ളൽ, കേളി, പറ്റ് എന്നിവ ഉണ്ടായി. കല്ലുവഴി പ്രകാശനും കലാമണ്ഡലം രതീഷും സംഘവും അവതരിപ്പിച്ച ഇരട്ടത്തായമ്പകയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തിന്റെ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന കേന്ദ്ര സർക്കാരിന് താക്കീതുമായി മനുഷ്യചങ്ങല തീർത്ത് ഡിവൈഎഫ്ഐ. കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസീൽദാർ പിടിയിൽ. പുതുശ്ശേരി കുഴൽപ്പണവുമായി 2 പേർ പിടിയിൽ. ജില്ലാ ആശുപത്രിയിൽ വീൽചെയർ പൊട്ടി രോഗിക്ക് പരിക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.